പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പുതിയ കഥ കേട്ടാലോ? എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും കഥകൾ കേൾക്കണം. ഇന്ന് നമ്മൾ പറയുന്ന കഥ വളരെ മനോഹരമായ ഒരു നോവലാണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു വളരെ പ്രശസ്തമായ ഒരു നോവലാണ്. മുട്ടത്ത് വർക്കി എന്ന വലിയ ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ നോവലിസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കഥയാണിത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നിങ്ങൾ മുട്ടത്ത് വർക്കിയെ പറ്റി ഒന്ന് മനസ്സിലാക്കുക. 1913 ചങ്ങനാശ്ശേരിക്കടുത്ത് ചെത്തിപ്പുഴയിൽ ജനിച്ച മുട്ടത്ത് വർക്കി മലയാള ഭാഷയ്ക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് വായനയുടെ വാതായനങ്ങൾ തുറന്നു കൊടുത്ത വലിയൊരു വ്യക്തി. വായനയുടെ ലോകത്തേക്ക് മലയാളികളെ കൈപിടിച്ചുയർത്തിയ അല്ലെങ്കിൽ കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവന്ന ഒരു വലിയ വ്യക്തി. ഒരുപാട് കഥാപ്രസംഗങ്ങൾ, ഒരുപാട് നോവലുകൾ, അതുപോലെ ഒരുപാട് ചെറുകഥാ സമാഹാരങ്ങൾ, കവിതാ സമാഹാരങ്ങൾ, നിരൂപണങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 26 കൃതികൾ സിനിമ ആയി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് പറയുന്ന ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും, അതാണ് നമ്മൾ ഇന്ന് പറയുന്ന നോവല്. ആ നോവലും സിനിമയായിട്ട് എടുത്തിട്ടുള്ളതാണ്. എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേൾക്കണം. ആ മലയാള ഭാഷയ്ക്ക് അത്രയും വലിയ സംഭാവന തന്ന ആ മഹാനായ വ്യക്തിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കിടക്കാം. വളരെ വളരെ മനോഹരമായ ഒരു ഗ്രാമപ്രദേശം. നിങ്ങളുടെയൊക്കെ ചിന്തയിലേക്കൊന്ന് പോട്ടെ. ആ ഗ്രാമപ്രദേശമൊക്കെ നിങ്ങളൊന്ന് കണ്ടേ. മലകളും കുന്നുകളും മലരണിക്കാടുകളും ഒക്കെയുള്ള മനോഹരമായ ഒരു ഗ്രാമപ്രദേശം. അവിടെ ഒരു കൊച്ചു വീട്. ആ കൊച്ചു വീട്ടിൽ 2 കുട്ടികൾ, വളരെ സങ്കടപ്പെട്ട ദാരിദ്ര്യത്തിൽ കഴിയുന്ന 2 കുഞ്ഞുങ്ങൾ. അവർക്ക് ബാല്യത്തിൽ തന്നെ അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയി. അച്ഛനും അമ്മയും ഇല്ലാത്ത 2 മക്കൾ, ജോണിയും ലില്ലിയും. അമ്മയുടെ സഹോദരിയുടെ കൂടെയാണ് ജോണിയും ലില്ലിയും വളർന്നു വന്നത്. ഈ കഥ ഏറ്റവും അധികം മനുഷ്യൻ്റെ മനസ്സിലേക്ക് തീവ്രമായ ഒരു ബന്ധത്തിലേക്ക് എത്തിപ്പെട്ടത് തന്നെ ആ ഒരു സാഹോദര്യ ബന്ധത്തിൻ്റെ ആഴത്തിലുള്ള ആ ഒരു ആഴം എല്ലാവരുടെയും മനസ്സിലേക്ക് പതിഞ്ഞതുകൊണ്ടാണ് അത്രയും ആഴത്തിൽ എല്ലാ മനസ്സുകളിലും എത്തപ്പെട്ടത്. ബന്ധങ്ങളുടെ വില നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥയായതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ അത് വളരെയധികം ശ്രദ്ധയോടെ പഠിക്കണമെന്നും കേൾക്കണമെന്നും ചെറുപ്പത്തിലെ തന്നെ നമ്മൾ സാഹോദര്യ ബന്ധമൊക്കെ മനസ്സിലാക്കി വരണമെന്നുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കഥ ഞാൻ തിരഞ്ഞെടുത്തത്. വീണ്ടും നമുക്ക് കഥയിലേക്ക് വരാം. നമ്മുടെ ലില്ലിയും നമ്മുടെ ബേബിയും അവിടുത്തെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിയുടെ കൂടെ ജീവിച്ചു പോരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. അമ്മയുടെ സഹോദരിക്ക് ഇവരെ 2 പേരെയും ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അവർക്കവിടെ ജീവിച്ചല്ലേ പറ്റുള്ളൂ, മറ്റു മാർഗമില്ല. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ അവരുടെ നഷ്ടപ്പെട്ടു പോയി. തരം കിട്ടുമ്പോഴെല്ലാം ഇവരെ 2 പേരെയും ഈ അമ്മയുടെ സഹോദരി വളരെയധികം ദ്രോഹിക്കുമായിരുന്നു. തൊട്ടടുത്ത സ്കൂളിൽ ഇവർ പോകുന്നത് ഒറ്റ യൂണിഫോം മാത്രം ഉള്ളൂ. സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ ഒരു ജോഡി ഡ്രസ്സ് മാത്രമാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ ഇവർ കുടയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് തരാതരത്തിന് യൂണിഫോമുണ്ട്, നമുക്ക് ബാഗുകൾ, അതുപോലെ കുട, പുസ്തകം എല്ലാം ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നമ്മുടെ ജോണിക്കും ലില്ലിക്കും ഇതൊന്നും ഇല്ല. വളരെ കഷ്ടപ്പെട്ടാണ് അവർ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. വലിയൊരു മഴയുള്ള ദിവസമാണ് കഥ ആരംഭിക്കുന്നത്. മഴ നനയാതിരിക്കാൻ നമ്മുടെ ബേബി ലില്ലിയോട് പറഞ്ഞു, ഞാൻ മഴയ്ക്കിടയിലൂടെ ഓടിപ്പോക്കോളാം, നീ നമ്മുടെ ഗ്രേസിയുടെ കൂടെ കുടയിൽ കയറിപ്പോരെ. പൂമംഗലത്തെ ഗ്രേസി വരുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്തുള്ള അവളുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഗ്രേസി വരുന്നുണ്ട്. ഗ്രേസിയുടെ കുടയിൽ കയറി നീ പോരെ. നമ്മൾ പറയല്ലേ, എങ്ങനെയാണ് വന്നേ, ഞങ്ങൾ മഴയ്ക്കിടയിലൂടെ നടന്നാൽ വന്നതെന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞ പോലെ
കുടയൊന്നുമില്ല. അപ്പം അങ്ങനെ മഴയ്ക്കിടയിലൂടെ നടന്നു വന്നു. പൊക്കോളാം എന്ന് പറഞ്ഞു. സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്നു. അവിടെ ജോണി മഴ നനഞ്ഞ് അവിടെ ചെന്നു. ലില്ലി ചെന്ന് ഗ്രേസിയുടെ കുടയിൽ കയറാൻ തുടങ്ങിയപ്പോഴേക്കും ഗ്രേസി കുട മാറ്റി തട്ടിവിട്ടു. ഗ്രേസി ലില്ലിയെ കുടയിൽ കയറ്റിയില്ല. ആ മഴയത്ത് ഓടി വന്ന ലില്ലി ചെളിക്കുഴിയിൽ വീണു. ദേഹത്തെല്ലാം ചേറായി. കാലിൻ്റെ മുട്ടുകളെല്ലാം പൊട്ടി. 2 കാലിൻ്റെ മുട്ടും പൊട്ടി. നനഞ്ഞൊലിച്ച് സ്കൂളിൽ വന്ന ലില്ലിയെ കണ്ട് ടീച്ചർ പറഞ്ഞു, ഇത്രയും മുഷിഞ്ഞ് ചെളി പിടിച്ച വേഷത്തിൽ സ്കൂളിൽ ഇരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ക്ലാസ്സിലിറങ്ങി അതിന് വെളിയിലിറങ്ങി നിൽക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാവരും ഭയങ്കരമായിട്ട് ആർത്ത് ചിരിച്ചു. ഗ്രേസിയും ആ കൂടെ ഇരുന്ന്, ഗ്രേസി ആരാ? കൊടുക്കാൻ കുടയിൽ കയറ്റിക്കൊണ്ട് പോകാതിരുന്ന കൂട്ടുകാരി ഗ്രേസിയും അവരോടൊപ്പം അവിടെ ഇരുന്ന് ചിരിച്ചു. അങ്ങനെ വളരെ സങ്കടപ്പെട്ടു. ഈ ലില്ലിക്കുണ്ടായ സങ്കടത്തേക്കാൾ കൂടുതലായി സങ്കടം ഉണ്ടായത് ആർക്കാ? ലില്ലിയുടെ സഹോദരൻ ബേബിക്കാണ്, അല്ലേ? സ്വാഭാവികമായും അങ്ങനെ തന്നെ ഉണ്ടാവും. അവൻ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിൽ കിട്ടിയ തരം കിട്ടിയപ്പോൾ അവനൊരു കല്ലെടുത്ത് ഈ ഗ്രേസിയുടെ നെറ്റിക്കിട്ട് ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്തു. നെറ്റി പൊട്ടി ചോര ഒഴുകി. ഭയങ്കര ബഹളമായി. അവർ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നെല്ലാം പറഞ്ഞു. ജോണി ആകെ പേടിച്ചു പോയി. അന്ന് ജോണിയെ കാണാതാവുകയാണ്. പക്ഷേ ജോണി അന്ന് രാത്രിയിൽ ലില്ലിയുടെ അടുത്ത് വന്നിട്ട് ലില്ലിയോട് പറഞ്ഞു, അനിയത്തി, നീ ഇവിടെ കഴിയണം. ഞാൻ എങ്ങനെയെങ്കിലും പോയി നിനക്കൊരു കുടയൊക്കെ വാങ്ങിക്കൊണ്ട് വരാം. നിനക്കൊരു കുട ചേട്ടൻ എന്തായാലും കൊണ്ടുതരും. നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട. നീ എങ്ങനെയെങ്കിലും ഇവിടെ കഴിയണം. ഞാൻ പോകുക. ഞാനിവിടെ നിന്നാൽ എന്നെ ഇനി പോലീസ് പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ പോകുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ജോണി പോയി. ലില്ലി മാത്രമായിട്ട് അവിടെ കഴിയുകയാണ്. ജോണി പോയി അവിടെ ടൗണിൽ പോയി ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവിടെ കൂട്ടുകാരുടെ ഒപ്പം ഈ ആളുകളുടെ ചുമടെടുക്കുന്ന ജോലിയിൽ അവൻ വ്യാപൃതനായി. അല്ലെങ്കിൽ ആ ജോലി അവന് ചെയ്യാൻ തുടങ്ങി. ആ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട്, അല്ലെങ്കിൽ കിട്ടുന്ന ആ നാണയത്തുട്ടുകൾ അവൻ ശേഖരിച്ചു വെച്ചു. പെങ്ങൾക്കൊരു കുഞ്ഞിക്കുട വാങ്ങിക്കൊടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി ആ കഥ മുന്നോട്ട് പോകുമ്പോൾ അവൻ ശേഖരിച്ചു വെച്ച നാണയത്തുട്ടുകൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അവനത് പറഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരും തന്നെ അത് വിശ്വസിക്കാതെ അവൻ പറയുന്നത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞു. അവൻ വീണ്ടും സങ്കടപ്പെട്ട് ആ ജോലി ഉപേക്ഷിച്ച് അവൻ അവിടുന്ന് പോകുവാണ്. നമ്മുടെ ലില്ലി ആണെങ്കിലോ വളരെയധികം ദുഃഖത്തിലും കഷ്ടപ്പാടിലും കഴിഞ്ഞു വന്ന നമ്മുടെ ലില്ലി ഒരു ദിവസം ലില്ലിയുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം താഴെ വീണ് ഉടഞ്ഞതിൻ്റെ പേരിൽ അവളുടെ പോറ്റമ്മ അവളെ ഒരുപാട് ഉപദ്രവിച്ചു, അവളെ അടിച്ചു. ആ ദുഃഖം കൊണ്ട് ലില്ലി ആ വീട് വിട്ട് ഇറങ്ങി. അവൾ റോഡിൽ വന്നപ്പോൾ ഒരു കാറ് റോഡേ പോകുന്ന അവൾ കണ്ടു. അവൾ വിചാരിച്ചു മിക്കവാറും ആ കാറിൽ അവളുടെ ചേട്ടനുണ്ടാവും എന്ന്. കുഞ്ഞല്ലേ, കുഞ്ഞാവുമ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കൂല്ലേ. അവൾ ആ കാറിന് പുറകെ ഓടി. വളരെ മഹാനുഭാവനായ അല്ലെങ്കിൽ ഒരു കാരുണ്യവാനായ ഒരു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും ആയിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. എന്തായാലും അവർ ലില്ലി പുറകെ ഓടുന്നത് കണ്ടു. വണ്ടി നിർത്തി ലില്ലിയെ അവരുടെ കൂടെ കൂട്ടി. ലില്ലി അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നു. നമ്മുടെ ജോണിക്കും നമ്മുടെ ബേബിക്കും അവന് ഒരു സഹായി ഉണ്ടായി. സൗദാമിനി ടീച്ചർ എന്ന ഒരു സംഗീത അധ്യാപികയാണ് നമ്മുടെ ബേബിയെ സഹായിച്ചത്. അങ്ങനെ സൗദാമിനി ടീച്ചറിൻ്റെ വീട്ടിലെ സൗദാമിനി ടീച്ചറിൻ്റെ സഹായിയായി ബേബി അവിടെ കൂടി. പക്ഷേ ബേബി അവൻ്റെ പേര് ബാലൻ എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലില്ലി എത്തിപ്പെട്ടുവെങ്കിലും അവളുടെ സഹോദരനെ പറ്റി ഉള്ള ചിന്തയിൽ എന്നും ദുഃഖിത തന്നെയായിരുന്നു. എന്നും അവളുടെ ആ സഹോദരനെ പറ്റിയുള്ള ചിന്ത അവൾക്ക് എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സൗദാമിനി ടീച്ചറിൻ്റെ വീട്ടിൽ ഒരു മോഷണമൊക്കെ നടന്നു. അതും നമ്മുടെ ബേബിയുടെ തലയിലേക്ക് വരികയാണ്. പക്ഷേ അത് പിന്നീട് അല്ല എന്ന് മനസ്സിലാക്കുന്നു. സൗദാമിനി ടീച്ചർ പലഹാരം പൊതിഞ്ഞുകൊണ്ട്, നെയ്യപ്പം പൊതിഞ്ഞുകൊണ്ട് വന്ന പേപ്പറിൽ
അതിനു മുമ്പ് കാണുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പ് പറയുന്നുണ്ട്, ടീച്ചർ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന വീട്ടിലെ കുട്ടിയാണ് ലില്ലി. ഈ ഡോക്ടറുടെ 2 മക്കളെയും അതുപോലെ തന്നെ ഈ നമ്മുടെ ലില്ലിയെയും സൗദാമിനി ടീച്ചർ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ പേപ്പറിനകത്ത് കണ്ട കഥ, അല്ലെങ്കിൽ കാണാതായി 2 കുട്ടികളെ കാണുവാനില്ല എന്ന് പറയുന്ന അത് കണ്ടപ്പോൾ ഇത് ഞാൻ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന വീട്ടിലെ കുട്ടിയാണ്, ലില്ലിയാണല്ലോ എന്ന് ടീച്ചർ മനസ്സിലാക്കുകയും സൗദാമിനി ടീച്ചർ ചെന്ന് ലില്ലിയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. ഇവൻ നമ്മുടെ ബേബി പേരൊക്കെ മാറ്റി പറഞ്ഞല്ലേ, ബാലൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടൊരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ കഥയിലുണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിലും ടീച്ചർ ഇത് തിരിച്ചറിഞ്ഞു. അവസാനം ഇവർ വലിയ കുട്ടികളായി, 2 പേരും വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി. നമ്മുടെ ബേബി നല്ലൊരു ഡോക്ടറായി, മികച്ച ഒരു ഡോക്ടറായി. നമ്മുടെ ലില്ലിയെ കൂട്ടിക്കൊണ്ടുപോയ വീട്ടിലെ ഡോക്ടറുടെ മകളെ ബേബിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ലില്ലിയുടെ വിവാഹ തീരുമാനമായി, ഡോക്ടറുടെ മകനുമായിട്ട് വിവാഹം തീരുമാനമായി. അങ്ങനെ വിവാഹത്തിൻ്റെ ദിവസം, ആ ദിവസം ഒരുപാട് ആളുകളും വിരുന്നുകാരും എല്ലാം വന്നിട്ടുണ്ട്. ഒരു പ്രത്യേകപ്പെട്ട ഒരു അതിഥി കൂടി അന്ന് അവിടെ എത്തി. ഡോക്ടർക്ക്, അതായത് നമ്മുടെ ബേബിക്ക് ധാരാളം സമ്മാനങ്ങളും പണക്കിഴികളുമായി ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും അവളുടെ ഭർത്താവും അവിടെ എത്തി. അവർക്ക് വലിയൊരു ശസ്ത്രക്രിയ ചെയ്ത് അവരെ പുതിയൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയാണ് അവരെത്തിയത്. പക്ഷേ നമ്മുടെ ബേബി പറഞ്ഞു, നിങ്ങൾ എനിക്ക് തരുന്ന ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് ഒരു കുട മാത്രമാണ് എന്ന് പറയുകയാണ്. എനിക്കൊരു കുട മാത്രം മതി എന്ന് പറഞ്ഞു. ഈ കൂട്ടുകാർ അവരത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് പണമൊന്നും വേണ്ട, ഒരു കുട മതി എന്ന് പറഞ്ഞത് ആരാണ്? നമുക്ക് ബേബി പണ്ട് പെങ്ങളെ കുടക്കീഴിൽ കയറ്റാതിരുന്ന ആ ഗ്രേസിയാണ് അന്ന് ഡോക്ടറുടെ കാരുണ്യം കൊണ്ട്, നമ്മുടെ ബേബിയുടെ കാരുണ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ ആൾ. അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു കുട വാങ്ങി തൻ്റെ സ്വന്തം പെങ്ങൾക്ക് കൊടുക്കുകയാണ് നമ്മുടെ ബേബി. എല്ലാവരുടെയും സന്തോഷം നമുക്കത് അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പോലും മനസ്സിന് വളരെ സന്തോഷം തോന്നും. ആ ഒരു പെങ്ങൾക്ക് വേണ്ടി ഒരു കുട നമുക്കിന്നൊക്കെ ഒരു കുട എത്ര നിസ്സാരമായ ഒരു കാര്യമാണ് അല്ലേ? പക്ഷേ അന്ന് ആ ഒരു കുഞ്ഞിന്, അല്ലെങ്കിൽ ആ പെങ്ങൾക്കൊരു കുട വാങ്ങിക്കുവാൻ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ നമ്മുടെ ബേബി ചെയ്ത ത്യാഗങ്ങളൊക്കെ, അല്ലെങ്കിൽ സഹോദര സഹോദരി ബന്ധത്തിൻ്റെ ആഴമൊക്കെയാണ് കഥയിൽ വരച്ച് കാട്ടുന്നത്. എന്തായാലും അന്ന് തന്നെ വിവാഹം നടന്നു. ഡോക്ടറുടെ മകനുമായി നമ്മുടെ ലില്ലിയുടെ വിവാഹം നടന്നു. ആ വിവാഹ സദ്യയിൽ ഒരു വലിയ ആൾക്കൂട്ടത്തിന് നടുവിലായി ഒരു ഭിക്ഷക്കാരി വളരെ മോശമായ വസ്ത്രവും വളരെ കീറിപ്പറഞ്ഞ വസ്ത്രവുമൊക്കെ ഇട്ടുകൊണ്ട് ഒരു വൃദ്ധ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അവരായിരുന്നു ഇവരെ ഏറ്റവും അധികം ദ്രോഹിച്ച ചെറിയമ്മ. പക്ഷേ ആ ചെറിയമ്മയ്ക്ക് ഇവരെയും മനസ്സിലായില്ല, ഇവർക്ക് ആ ചെറിയമ്മയും മനസ്സിലായില്ല. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. എല്ലാവരും പിന്നീട് ലില്ലിയും കുടുംബവും വളരെ സന്തോഷമായി ജീവിക്കുന്നു എന്നുള്ളതാണ് ആ കഥയിൽ പറയുന്നത്. എന്തായാലും നമുക്ക് പ്രശസ്തനായ കഥാകാരൻ മുട്ടത്ത് വർക്കിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെ ശിരസ് നമിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഈ പുസ്തകം കിട്ടിയാൽ ഇത് വായിക്കണം, അതിന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി.